ജെറുസലേമിലെ കുരിശിൻ്റെ വഴിയിലെ മൂന്നാം സ്ഥലമാണ് ഈ കാണുന്നത്. അതായത് ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നാലാം സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. അതായത് പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ തിരുകുമാരനെ വഴിയിൽ വെച്ച് കാണുന്നു. ഇവിടെയായിട്ട് 2 ചാപ്പലുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് ഞാൻ ചെന്ന സമയത്ത് അത് ഓപ്പൺ അല്ലായിരുന്നു. ചില സമയങ്ങളിൽ മാത്രമേ അത് ഓപ്പൺ ആക്കാറുള്ളൂ. ഇതിൻ്റെ തൊട്ടടുത്തിട്ട് തന്നെ ഒരു ചെക്ക് പോസ്റ്റും നമുക്ക് അവിടെ കാണാൻ പറ്റും. വിലാപ മതിലിൻ്റെയും അതുപോലെ തന്നെ ഡമാസ്കസ് ഗേറ്റിൻ്റെയും ഇടയിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് മുമ്പോട്ട് പോയാൽ, അതായത് ഈശോ കുരിശുമായി വന്ന വഴിയെ പോയാൽ നമ്മൾ ലയൺസ് ഗേറ്റിൻ്റെ അങ്ങോട്ടാണ് എത്തുന്നത്. ഇനി പോകുന്നത് 5ാം സ്ഥലത്തേക്കാണ്. ഇവിടമെല്ലാം ഒരു ചെറിയ നാൽക്കവല പോലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈശോ കുരിശുമായി വന്ന വഴിയിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാണ് 3ാം സ്ഥലമെങ്കിൽ ഈ പോകുന്നത് അവിടെ നിന്നും വലതുഭാഗത്തേക്കാണ്. ഇതാണ് ശിമിയോൻ ഈശോയെ സഹായിച്ച സ്ഥലം. വിലാപമതിലിൻ്റെ ഭാഗത്തു നിന്നാണ് ശിമിയോൻ വയലിൽ നിന്ന് കയറി വന്നതെന്ന് പറയുന്നു. ഇത് ഈശോയുടെ കൈകൾ പതിഞ്ഞ സ്ഥലമാണ്. ക്ഷീണിതനായി കൈകൾ വച്ച സ്ഥലം.